ഇതിനു മുന്നേ എന്റെ സർജറി ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനി എനിക്കൊന്ന് കല്യാണം കഴിക്കണം. ആരും എന്നെ വിളിക്കുന്നുണ്ടല്ലോ. ഓ, എന്റെ ബോയ് ഫ്രണ്ട് ആവശ്യമില്ല. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് എന്റെ അമ്മ തന്നെയാണ്. എന്നാ അപ്പൊ അമ്മയെന്ന് വിളിച്ചാലോ? അയ്യോ, അമ്മ ഭയങ്കര എക്സൈറ്റഡ് വിളിക്കട്ടെ. പിന്നെന്താ, പുരുഷനിൽ നിന്നും പൂർണ്ണ ഒരു സ്ത്രീ ആയിട്ട് മാറിയിട്ടുള്ളൊരു കുട്ടിയായി. ജോലി ആയിരുന്നു എന്റെ മെയിൻ കാരണം. കണ്ടവരുടെ കൂടെ പോയിട്ട് അല്ലെ നിന്നെ കൊണ്ടൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ പേരുണ്ട്. ഇതുവരെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. അതൊരു പുരുഷനായിരുന്നു. എന്നെ സ്വീകരിച്ച ഒരാളായിരുന്നു. ഓ, ഒരു പക്ഷെ എൻ്റെ അമ്മ ഒരു ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അറിയുന്നത്. സുന്ദരി. ഹലോ, വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഈ ജന്മത്തില് ഒരു പുരുഷനായിട്ട് ജനിച്ച്, പക്ഷെ എനിക്കൊരു സ്ത്രീ ആവണമെന്ന് ആഗ്രഹിച്ച് അത് ഈ ജന്മത്തിൽ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയ ഒരു സുന്ദരി കുട്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ യൂട്യൂബിൽ എത്തിയിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് വളരെ 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 എക്സൈറ്റ്മെന്റിന്റെ മലയാളം വേർഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. ആകാംക്ഷയോട് കൂടിയിട്ട് ഞാൻ വെൽക്കം ചെയ്യാണ് നമ്മുടെ ആകാംക്ഷ. ഞാൻ ആകാംക്ഷ കൈയടിക്കാൻ വരികയെന്ന് വിചാരിച്ചു. ആകാംക്ഷ ഒരു ഡാൻസർ ആണെന്ന് എനിക്ക് ഇതിന്ന് മനസ്സിലായി. ഡാൻസർ ആണോ അല്ലയോ? കണ്ടോ, ആ തട്ടികുമ്പടിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് ഞാനത് പിടിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈ കോംപ്ലാൻ ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്ന പോലെ ഇന്ന് എനിക്ക് എനർജി ഇത്തിരി കുറവാണ്. കോംപ്ലാൻ കൂടി ഈ സ്കിന്നും കൂടെ നോക്കുമ്പോണ്ടല്ലോ കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാണ്ട്. അതിനു മുമ്പ് ആരാണ് ഈ ആകാംക്ഷ? ഒന്ന് പറയൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. എന്നെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലാന്ന് തോന്നുന്ന ഇടിക്കും ഞാൻ കുറെ ഉണ്ട്. കാരണം നമ്മളെക്കാൾ ഒരുപാട് ലൈഫ് സ്റ്റോറീസ് പറയാനുള്ള ആളായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറ്റംകുളങ്ങര അമ്പലത്തില് കുറെ ആൺകുട്ടികളുടെ ഒരു ക്രഷൊക്കെ ആയി മാറി എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അതൊക്കെ സത്യമാണ്. ഭയങ്കര എളിമയില് തലയട്ടോ. പെൺകുട്ടികളെ സീരിയസ്ലി എന്നാ കേക്കട്ടെ, ആരാണ് ഈ ആകാംക്ഷ? ആകാംക്ഷ എന്ന് പറയുന്നത് എറണാകുളത്ത് ജനിച്ച് വളർന്ന്, അച്ഛൻ്റെ വീട് എറണാകുളത്ത് ജനിച്ച് വളർന്ന്, പിന്നെ പഠിച്ചു, എല്ലാം എറണാകുളത്ത് തന്നെയായിരുന്നു. അമ്മ, അച്ഛൻ, അനിയത്തി വരുന്ന ഒരു വലുതല്ലാത്ത ഒരു ചെറിയ കൊച്ചു സന്തോഷമായിട്ടുള്ള കുടുംബമാണ്. വീട് വരുന്നത് ഇപ്പോൾ അമ്മയുടെ നാട് ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ ഞങ്ങൾ റീസെന്റ് ഒരു 6 years ആയിട്ട് ട്രിവാൻഡ്രത്താണ് ഉള്ളത്. കുട്ടി ആക്ച്വലി മുക്കാൽ ഭാഗത്തിന്റെ ഒരു കാൽ ഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു മറൈൻ എഞ്ചിനീയർ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഞെട്ടിയോടാ. ഒരു മറൈൻ എഞ്ചിനീയർ ആണ്. HP-ലൊക്കെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഫസ്റ്റ് ജോബ് വരുന്നത് HP-ലാണ്, സെക്കൻഡ് ആമസോൺ, തേർഡില് ഗോദ്രേജ്. കോംപ്ലാൻ ഇസ് ദ സീക്രട്ട് ഓഫ് വീണ്ടും എന്റെ എനർജി കേക്കട്ടെ. ഇലക്ട്രോണിക് ബാംഗ്ലൂർ. ചുരുക്കി പറഞ്ഞ MNC-ൽ മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ അല്ലേ? അങ്ങനെയൊന്നും ഇല്ല, അവിടുന്ന് മാത്രം എനിക്ക് ഇന്റർവ്യൂ ഒന്ന് തിരിച്ചു വിളിക്കാറുള്ളൂ. ഇതിലെല്ലാം ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ് വുമൺ ആണ്. അതായത് പുരുഷനിൽ നിന്നും സ്ത്രീയായി പൂർണ്ണ ഒരു സ്ത്രീ ആയിട്ട് മാറിയിട്ടുള്ളൊരു കുട്ടിയാണ്. എത്ര വയസ്സായി ഇപ്പൊ? 24. ആകാംക്ഷയുടെ മുമ്പുള്ള പേരെന്താ? കൃഷ്ണ. ആഹാ, ഞാൻ അഷ്ടമി രോഹിണിയാ. ഞാൻ കൃഷ്ണന്റെ മെയിൻ ആളാ. കൃഷ്ണയായിരുന്നു. ഓക്കെ, ആ കൃഷ്ണയാണ് ഇപ്പൊ ആകാംക്ഷയായിട്ട് മാറിയത്. ലൈഫിൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് എന്താ? ഇതിനു മുന്നേ എന്റെ സർജറി ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനി അച്ഛലമ്മയുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എനിക്കൊന്ന് കല്യാണം കഴിക്കണം. എനിക്ക് വയ്യ. ഞാൻ ഇനിയിപ്പോ ഇവിടെ ഇരിക്കാൻ പോവാ ജോത്സനായിട്ട്. സീരിയസ്ലി. കാരണം വേറെ ഒന്നുമല്ല, ചിലപ്പോ ഈ വീഡിയോ കാണുമ്പോ എനിക്ക് പൊങ്കാല ഇടും ആൾക്കാര്. പൊങ്കാല ഓൾറെഡി ഇട്ടതല്ലേ? അതെ, 3 തൊട്ട്. എന്നാലും ജനങ്ങളും പൊങ്കാല ഇടുമല്ലോ. അപ്പൊ വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു ലൈഫിലേക്ക് വരുമ്പോ എനിക്ക് പലയിടത്തുനിന്ന് പല മോശമായിട്ടുള്ള കമന്റ്സ് തന്നിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ജോലി ചെയ്ത് ഇങ്ങനെ ആകണം എന്ന ആ ഒരു ആഗ്രഹം സാധിച്ചു. നല്ലൊരു ഫാമിലി ലൈഫും കൂടെ എനിക്ക് വേണം. കാരണം അത് ആരും ആഗ്രഹിക്കുന്ന. തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യം അറിയാം, എന്നാലും എനിക്ക് നല്ലൊരു ഹസ്ബൻഡ് എന്ന് പറയാം. എനിക്ക് ആ സിന്ദൂരമൊക്കെ തൊടുന്നത്
ഇപ്പൊ കുട്ടികളുടെ കാര്യം അറിയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാ, ടെക്നോളജീസ് ആ ഒരു സമയത്തൊക്കെങ്കിലും ലൈക്ക് എന്തൊക്കെയാണ് സയന്റിഫിക്കലി വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് ഇതൊക്കെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് സമയത്താ തോന്നിയത് ഞാനൊരു പുരുഷനാണ്, എനിക്കും മറ്റുള്ള കുട്ടികളെ പോലെ കണ്ണെഴുതി പൊട്ട് തൊട്ട് കണ്ണാടിയുടെ മുന്നിലൊക്കെ ഒന്ന് നോക്കണം, അങ്ങനെയൊക്കെ തോന്നിയത് എത്ര വയസ്സിലാണ്? എനിക്ക് 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10th ഒക്കെ വരുന്ന സമയത്തായിരുന്നു കുറച്ചിത്. സ്കൂളിലൊക്കെ പാരൻസ് മീറ്റിങ്ങിന് വരുമ്പോൾ UKG തൊട്ട് കേൾക്കുന്ന സംഭവം, അയ്യോ ഇവൻ പഠിക്കാൻ ബഹുമെടുക്കണം, പക്ഷെ ഏത് തരം പെണ്ണുങ്ങളുടെ കൂടെ. അപ്പൊ അവരുടെ ആ ഒരു തോട്ടില് പെൺപിള്ളേരെ ഇഷ്ടം, പക്ഷെ എന്റെ മൈൻഡിൽ കള്ളകൃഷ്ണനായിരുന്നു അങ്ങനെയാണ് അവര് വിചാരിച്ചത്. പക്ഷെ എന്റെ ഒരു മൈൻഡില് പെൺപിള്ളേരുടെ എല്ലാ ആക്ടിവിറ്റീസും എനിക്ക് ചെയ്യാൻ ഭയങ്കര, ഞാനൊരു പെൺകുട്ടിയാണ്, വീട്ടിൽ ആളില്ലാത്ത സമയത്ത് തവർത്തൊക്കെ എടുത്ത് തലയെ കെട്ടിയിട്ട് കണ്ണാടിന്റെ ഫ്രണ്ടിൽ നോക്കുക, അമ്മയുടെ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ വെച്ച് നോക്കുക, അങ്ങനെ കുറെ ആയിട്ട് പോയി. പിന്നെ 9th പഠിച്ചപ്പോൾ ഞാൻ വീട്ടിൽ സംസാരിച്ചു, ഓക്കെ അല്ല. എൻ്റെ അമ്മ കരഞ്ഞപ്പോ എങ്ങനെ അമ്മയെടുത്ത് പറഞ്ഞേ ഇതെല്ലാം? ഇപ്പം സോഷ്യൽ മീഡിയയിൽ പലരും എന്തിനാ ഇത്ര ഡിഗ് ചെയ്ത് ചോദിക്കണേന്ന് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം. പക്ഷെ ഇതുപോലുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും അവരുടെ ലൈഫിലേക്ക്. ആകാംക്ഷ ഫസ്റ്റ് എന്നോട് സംസാരിച്ചപ്പോഴും പറഞ്ഞ ഒരു കാര്യം അത് തന്നെയാണ്, ലൈക്ക് എന്നെ പോലെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവര് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായിരുന്നു ആകാംക്ഷ ലൈക്ക് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞത്? എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് എൻ്റെ അമ്മ തന്നെയാണ്. ആ അമ്മ ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ട്. നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞ പോലെ നെഞ്ചിന് പുറത്താണ് കേട്ടോ ആകാംക്ഷയ്ക്ക്. നോക്കൂ, ഒന്ന് കാണിച്ചു കൊടുക്കൂ, ക്യാമറ ഒന്ന് ക്ലോസ് പോട്ടെ. അമ്മയുടെ ഇപ്പുറത്തെ കണ്ണും കൂടെ കിട്ടുമോ? ഓ സോ സ്വീറ്റ്. അമ്മ കരഞ്ഞ എന്നെ കൊണ്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. അച്ഛനെ അനിയത്തിന് ഇഷ്ടമല്ല എന്നല്ല, അവരെനിക്ക് ജീവനാണ്. പക്ഷെ എൻ്റെ അമ്മേനെ എനിക്ക് ബോധിപ്പിക്കണം, അറിയിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു. അച്ഛനെ അമ്മേനെ അനിയത്തിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇന്നേ വരെ അടിച്ചിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യത്തിന്. കാരണം ഏതൊരു അമ്മയും അച്ഛനൊക്കെ പോലെ തന്നെ. പക്ഷേ ഞാൻ എന്നിട്ട് വിചാരിച്ചു, ശരി എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാണ് വീണ്ടും പുരുഷനായിട്ട് തന്നെ മറൈൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പോയി. കോളേജിൽ പോയപ്പോഴാണ് ഒട്ടും പറ്റാത്ത, കാരണം ബോയ്സ് ഹോസ്റ്റൽ ആയിരുന്നു ഒന്നാമത്തെ കാര്യം. അവിടെ കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. മോശമായിട്ടല്ലെങ്കിലും എനിക്ക് മാനറിസംസ് ഒക്കെ ലൈക്ക് എങ്ങനെയായിരുന്നു? അഭിനയിക്കുമായിരുന്നു, മാൻലി ആയിട്ട് അഭിനയിക്കുകയായിരുന്നു, പുരുഷനെ പോലെ അഭിനയിക്കുകയായിരുന്നു. മനസ്സിലൊരു സ്ത്രീത്വം ഉണ്ട്. പിന്നെ അവിടെ ഒരു എനിക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ ഡെയിലി അവിടെ ഇത് ചെയ്യണം. എനിക്ക് ഓൾറെഡി കുറവാ, എന്നാലും അത് ചെയ്യുമ്പോ നേവി റൂൾസ് അത് ഡെയിലി അസംബ്ലിയിൽ അവിടെ നിൽക്കുമ്പോ ഇങ്ങനെ അവരൊന്നിങ്ങനെ ഷേവ് ചെയ്യണം, കൈവച്ച് നോക്കും. ഒരു ഇതുണ്ടെങ്കിൽ അപ്പ അടി വീഴും. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടം, കാരണം അങ്ങനെ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ അവിടെ നിന്നു കുറെ നോക്കി, പറ്റിയില്ല. തിരിച്ച് വീട്ടിൽ എത്തി. പിന്നെ രണ്ടും കൽപ്പിച്ച് ഡിസൈഡ് ചെയ്തു. ജോലി ആയിരുന്നു എൻ്റെ മെയിൻ. കാരണം കണ്ടവരുടെ കൂടെ പോയിട്ട് അല്ലെ നിന്നെ കൊണ്ടൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ പേരുണ്ട്. എല്ലാവരും മിക്കവരും അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പം എനിക്ക് ജോലി വാങ്ങിച്ചിട്ട് ഇതിലേക്ക് കടക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. ഞാൻ ട്രാൻസ്വുമൺ ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ ആധാറിലെ ഫീമെയിലാണ്, എന്നാലും ട്രാൻസ്വുമൺ ആണെന്ന് തന്നെ എല്ലാവർക്കും അറിയാം. പൂർണ്ണമായിട്ടൊരു പെൺകുട്ടിയായി അല്ലേ? അതെ, പൂർണ്ണമായിട്ടൊരു പെൺകുട്ടി. എളുപ്പമല്ല. ഈ ഓൺലൈൻ മീഡിയ പലതും പറയുമ്പോ സത്യം പറഞ്ഞ ഒരു ഓൺലൈൻ മീഡിയ ജീവിതം മാറ്റിമറിച്ച ആളാണ് കേട്ടോ ആകാംക്ഷ. ഇത് ആകാംക്ഷയോടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു, ഞാൻ ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഒരു ഓൺലൈൻ മീഡിയ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കുന്നു. അത് ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും അറിയുന്നു. അങ്ങോട്ട് വൈറൽ അല്ലേ? എന്തായിരുന്നു അത്? ഞാൻ ഇത് 3ാമത്തെ വർഷം കൊറ്റംകുളങ്ങര പോണു. ആദ്യത്തെ വർഷം പോയപ്പോ എന്റെ ഒരു വീഡിയോ ഇന്ത്യൻ സിനിമ ഗാലറിയിൽ മറ്റേ 21ാം വയസ്സിൽ, അപ്പൊ ക്യാപ്ഷൻ എനിക്ക് ഭയങ്കര ചിരിയാവുന്നു. 21ാം വയസ്സിൽ കല്യാണം കഴിക്കാൻ വേണ്ടി സ്ത്രീ വേഷത്തിൽ വന്ന ഈ സുന്ദരക്കുട്ടിയെ കണ്ടോന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു ട്രാൻസ്ഫോർമർ ആയിരുന്നു, അറിയത്തില്ല, അവർക്കറിയില്ലായിരുന്നു. തെറ്റിയിടല്ലേ. ഞാൻ എന്നിട്ട് അവരെ വിളിച്ച്, കാരണം ഏർലി മോർണിംഗ് ഒക്കെ ആയപ്പോ എനിക്ക് ഒരു 10-60 മിസ് കോൾസ് വെയിറ്റ് ചെയ്യുന്നതന്നെ. അമ്മ ചോദിക്കുന്നത് നീ എന്താ കാണിച്ചു വെച്ചേക്കുന്നത്? നിങ്ങളെ ഫാമിലി ഇത് സീക്രട്ട് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാനും അമ്മയും അച്ഛനും അനിയത്തി അപ്പൂപ്പനും അമ്മൂമ്മ അവര് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഇനി അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു അവർ ഇട്ട് കുറച്ച് കഴിയുമ്പോ തന്നെ 1 മില്യൺ അടിച്ചു. അപ്പൊ ആ 1 മില്യനും എന്റെ ഈ ഗുണമില്ലാത്ത ബന്ധുക്കൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബന്ധുക്കളെ പറ്റി ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ കുട്ടിക്ക്. സീരിയസ്ലി അത് എവിടെയും പറയും. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പൈസ ഉണ്ടെങ്കിൽ വിലയുണ്ട്, ഇല്ലേ ഇല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? ഇപ്പൊ കോംപ്ലൈന്റ് ആയിരിക്കും എല്ലാവർക്കും ഈ സുന്ദരിക്കുട്ടിയെ കണ്ടിട്ട്. ഈ ഗ്ലാമറിന് എന്താ ചെയ്യണേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇഷ്ടംപോലെ പേര്. ഗ്ലാമർ മാത്രമല്ല, ശരീരത്തിന്റെ കുറെ കാര്യം വെച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്റെ കസിൻ ഉണ്ട്, എന്റെ ഫേവറേറ്റ് കസിൻ ഉണ്ട്, സൂര്യ എന്ന് പറഞ്ഞിട്ട്. അവൾ എന്നോട് പറഞ്ഞു, എടി എനിക്ക് എന്നെ നിന്നോട് ക്രഷ് അടിക്കുന്ന, അപ്പൊ ആമ്പിള്ളേരുടെ കാര്യം പറയണോന്ന് പറഞ്ഞ് അവൾ ഈ ഇടയ്ക്ക് മെസ്സേജ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. അപ്പോ ഈ
പെൺകുട്ടിക്ക് ഒരു ക്രഷ് ഇല്ല, അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഒരു അഫെക്ഷൻ ഇല്ല, ആരുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ കാര്യത്തിന് മുമ്പ് എനിക്ക് പണ്ടത്തെ ആ ഒരു കൃഷ്ണനെ പറ്റി അറിയണമെന്നുണ്ട്. ആ കൃഷ്ണൻ എങ്ങനെയായിരുന്നു? അതിലും എനിക്ക് പെൺകുട്ടികളോട് ഇന്നേ വരെ ഒരു അഫെക്ഷനോ ഒന്നും തോന്നിയിട്ടില്ല. സീരിയസ്ലി ഇഷ്ടംപോലെ പേര് പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അന്ന് നടന്നിട്ടുണ്ടല്ലേ? അന്നും സുന്ദരക്കുട്ടപ്പനാണ്, ഇപ്പൊ നല്ല സുന്ദരക്കുട്ടപ്പിയാണ്. സീരിയസ്ലി വെരി 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 ക്യൂട്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല? പണ്ടില്ല. ഇല്ല, പണ്ടുമില്ല. ഇപ്പോഴും എന്റെ കണ്ണി നോക്കി നുണ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടെയും പറയാത്തൊരു കാര്യം അത് ഇവിടെ വെച്ച് തുറന്നു പറയാം. എന്തായാലും കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഇതുവരെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. അത് പറയാൻ ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്ക് കേൾക്കാൻ. ഞങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കേൾക്കാൻ ഇഷ്ടം. ഇന്നേ വരെ ആ ഒരു കാര്യം എനിക്കറിയാം, ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ടിനെ അറിയാം, ആറ്റാലമ്മയ്ക്ക്, ഈ ലോകത്തുള്ള എല്ലാ ദൈവങ്ങളും. ഈ നെഞ്ചിലുള്ള അമ്മയ്ക്ക് പോലും അറിയില്ല. ശരി, പറയാൻ പറ്റുമെങ്കിൽ മാത്രം മതി കേട്ടോ. ഇല്ല, കുഴപ്പമില്ല. ഒരാളുണ്ടായിരുന്നു, രണ്ടുപേരും ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു, എന്റെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ട്. അതൊരു പുരുഷനായിരുന്നു. എന്നെ സ്വീകരിച്ച ഒരാളായിരുന്നു. ഒരു പക്ഷെ എൻ്റെ അമ്മ ഒരു ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അറിയുന്നത്. അമ്മയെന്നല്ല, എല്ലാവരും ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അറിയുന്നത്. ഓൾറെഡി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് എന്തോ അത് ചിലപ്പോൾ നമ്മൾ ഒരാളോട് പറയുമ്പോൾ റിലാക്സ് ആവും തോന്നും. തീർച്ചയായിട്ടും എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. +2 തൊട്ടുണ്ട്, +2 കഴിഞ്ഞിട്ടും ഉണ്ട്. എത്ര നാളത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു? 2021 22 3 വർഷം. പിന്നെ എന്ത് പറ്റിയ റിലേഷൻഷിപ്പിൽ? എന്താ അത് ബ്രേക്കപ്പ് ആയേ? ബ്രേക്കപ്പ് ആവാൻ കാരണം അവനെന്ന് വെച്ചാൽ ഈ ഭയങ്കര ധൃതിയും എല്ലാം ഉള്ള ആളാണ്, ദേഷ്യവും ധൃതിയും എല്ലാം ഉള്ള ആളാണ്. അപ്പോൾ അവ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നെ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും, കയ്യിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഭയങ്കര ഇതാണ്. എന്നെ എന്താ പറയുക, മോനൂട്ടാന്ന് വിളിക്കുന്നത്. മോനൂട്ടാന്ന് വിളിച്ചിട്ട് എപ്പോഴും കൂടെ കാണും. എൻ്റെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും അറിയാം. ഞാനും അങ്ങനെ ഒരാൾ സ്നേഹിച്ചാൽ അങ്ങനെ മനസ്സിലാക്കും. വീട്ടിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയത്തില്ല. കാഷ്വലായിട്ട് ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് വരുന്നു, പോകുന്നു, അങ്ങനെ ഒരു ഇത്. തലേദിവസം രാത്രി ഇതേപോലെ ഞങ്ങൾ കോൺവെർസേഷനൊക്കെ കഴിഞ്ഞു, നല്ല സന്തോഷത്തോടെ ഉറങ്ങി. അതായിരിക്കും ലാസ്റ്റ് നൈറ്റ് എന്ന് ഞാൻ ഒരിക്കലും അറിയുന്നില്ല. രാവിലെ ആസ് യൂഷ്വൽ അവന് അമ്പലത്തിൽ പോകുന്ന ശീലമുണ്ട്. എന്നെപ്പോലെ ആറ്റലമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്താണ്. എന്ത് പ്രശ്നത്തിലാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയേ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നിട്ടാണ് ബ്രേക്കപ്പ് ആയെങ്കിൽ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായേനെ. ചില നേരം പോട്ടെ. ദൈവം പോലും നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം ഉള്ളതുകൊണ്ടല്ലേ ആഗ്രഹമൊക്കെ സാധിച്ച് ഇപ്പോ ആകാംക്ഷ ഒരു പെൺകുട്ടിയായിട്ടിരിക്കണേ. പിന്നെന്താ ദൈവം ഇല്ല എന്ന് പറഞ്ഞേ? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കത്തില്ല. പോട്ടെ 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 പോട്ടെ, സാരില്ല സാരില്ല. പോട്ടെ പോട്ടെ. അയ്യോ, പറയണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഇപ്പം എനിക്കും വിഷമായി, ഇത് കണ്ടുകൊണ്ടിരിക്കണവർക്കും വിഷമായി. പക്ഷെ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് എന്താ പറയുക, ഈ ഒരു ജന്മം ഉണ്ടല്ലോ, ആൺകുട്ടിയായിട്ടുണ്ടായിരുന്ന ആ ഒരു കൃഷ്ണനീന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ആ ആളുടെ പുതിയ ജന്മാന്ന് വിചാരിക്കണം. വേറൊരു പ്രതിരൂപമായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് തന്നെ ഇങ്ങനെ കാണാം.
ആണോ? പുള്ളി ഇപ്പൊ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടാവും. പേര് നമ്മൾ ചോദിക്കണമില്ല, ഒന്നുമില്ല. പുള്ളി ഇപ്പൊ ഇല്ല. ആകാംക്ഷ പെൺകുട്ടിയായിട്ടിരിക്കുന്ന ഈ സുന്ദരി കുട്ടിയെ കാണാനായിട്ട് പുള്ളി ഇല്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിരിക്കും സ്വർഗത്തില്. അമ്പലത്തിലേക്ക് പോകുന്ന വഴി ലോറി ഇടിച്ച സ്പോട്ടൊക്കെ എന്നോട് കൂട്ടുകാരൻ പറഞ്ഞില്ല, വിളിച്ചിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വരാവോ, അവൻ്റെ അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞു. കാഷ്വലായിട്ട് പോയി, കൂട്ടിയിട്ട് പോയത് മോർച്ചറിയിലേക്ക്. പോട്ടെ, നമുക്കിനി ആലോചിക്കണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ചിലപ്പോൾ എനിക്ക് ഐശ്വര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ഒരിക്കലും പറയരുത്. ഐശ്വര്യത്തിൻ്റെ നിറകുടമാണ്. എന്താ പറയുക, ദൈവം നമ്മളെ ഇപ്പം എനിക്കാണെങ്കിലും തനിക്കാണെങ്കിലും ഒക്കെ ഒരു ആയുസ് വിധിച്ചിട്ടുണ്ട്, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ സർജറി കണ്ടിട്ടല്ലേ പുള്ളി പോയത്? ഉണ്ടായിരുന്നോ പുള്ളി? അതിൻ്റെയൊക്കെ ഡേറ്റ് എടുക്കണേനും ഏതാനും ദിവസം. അപ്പോൾ ഇത്ര വിചാരിച്ചാൽ മതി. പിന്നീട് ഞങ്ങൾക്ക് തന്ന ഈ ആകാംക്ഷ പെൺകുട്ടി ഉണ്ടല്ലോ, ഇത് പുള്ളിയുടെ രൂപന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ പോലും റീസെന്റ് എന്താ പറയാ, കുറച്ച് നാൾക്ക് മുന്നേ വരെ ഞാൻ ഭയങ്കര സ്ട്രെസ്സായി. സർജറി ചെയ്യുമ്പോൾ നമുക്ക് ഈ സർജറി ചെയ്യുന്ന സമയത്ത് ഈ ഹോർമോണൽ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് മൈൻഡ് എപ്പോഴും ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കണം എന്ന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യില്ലേ? അപ്പോ ഈ മൂഡ് സെൻസ് നല്ലപോലെ വരും. ഇദ്ദേഹത്തിന്റെ ഈ ഡെത്തും എല്ലാം കൂടെ ആയപ്പം അത് അവരോട് എവിടെയാ സർജറി ചെയ്തത്? ലൈക് കേരളത്തിലാണോ? തമിഴ്നാട്ടിലായിരുന്നു. അപ്പം അമ്മയും അച്ഛനും ആരും കൂടെ ഇല്ല, സ്വന്തമായിട്ട് ചെയ്തു. ഹാപ്പി. എത്ര വയസ്സിലാണ് അപ്പൊ ചെയ്തേ? എനിക്കിപ്പോ 24 ആയെങ്കിൽ ഞാനൊരു 22 തന്നെ. 22 ചെയ്തു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു സർജറിയിൽ അണ്ടർഗോ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവുണ്ടാവില്ല. ഞാൻ കുറച്ചൊന്ന് ഡീവിയേറ്റും കൂടെ ചെയ്യിപ്പിക്കാം കേട്ടോ ചക്രക്കുട്ടിയെ. അപ്പോൾ ലൈക്ക് ഈ സർജറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും? മോളിപ്പം ഡൗണും ടോപ്പും ചെയ്തു. ടോപ്പ് ഹോർമോണൽ ബ്രസ്റ്റ് ആണ്. അതായത് നമ്മൾ ഹോർമോണൽ മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അത് ഓരോരുത്തരുടെ ബോഡി സ്ട്രക്ചറും പിന്നെ നമ്മുടെ ഒരു ബോഡി ടൈപ്പ് ഉണ്ട്, അതനുസരിച്ച്. എന്നോട് സുജാ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത് ആകാംക്ഷ ഒരിക്കലും ചെയ്യരുത്. ഞാൻ പറയുന്ന ആകാംക്ഷയെങ്കിലും കേൾക്കണം. ടോപ്പ് സർജറി ചെയ്യണ്ട, ബ്രസ്റ്റ് സർജറി ചെയ്യണ്ട. അതെ, ചെയ്യേണ്ട തന്നെ ഉണ്ട്. അതുകൊണ്ട് ശരി, മെഡിസിൻസ് നമുക്ക് വർക്കായി. ഇപ്പൊ സത്യം പറയട്ടെ, എൻ്റെ കൂട്ട് എന്ന് പറയുന്നത് കൂടുതലും ഇവരൊക്കെയാണ് കേട്ടോ. കാരണം ഭയങ്കര സ്വീറ്റാണ് അവരിപ്പം. മേക്കപ്പ് ആർട്ടിസ്റ്റുകളാവട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവട്ടെ, ഡാൻസ് ടീച്ചേഴ്സ് ആവട്ടെ, എത്രയോ പേരുണ്ടെന്നറിയോ. അവരൊക്കെ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ ചിന്താഗതിയാണ് ആക്ച്വലി എപ്പോഴും ഒന്ന് കുറച്ചും കൂടെ പുട്ട് ഫോർവേഡ് ആയിട്ട് വരണ്ടേന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറില്ല. അപ്പോൾ ഇതുപോലെ സർജറി ചെയ്തിട്ടുള്ളവരൊക്കെ പറയും, ഓ സ്വർഗം കണ്ടു എന്ന് പറയും. ഈസി അല്ല, ആഗ്രഹത്തിന്റെ പുറത്ത് പോകുന്നു. പക്ഷെ അതിനുശേഷം അനസ്തേഷ്യൽ ഒന്നും അറിയില്ല, അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന്. എന്തൊക്കെയായിരുന്നു ലൈക്ക് ഈ സർജറി എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഈ സർജറി? നമ്മള് നോർമലി പറയുവാണെങ്കിൽ നോർമൽ ഡെലിവറി ഇല്ലേ, അതിന്റെ ഒരു 3-4 ഇരട്ടി വേദന സഹിക്കണം. ആ അനസ്തേഷ്യയിലുള്ളപ്പോ അറിയില്ല. അത് ഞാൻ നഴ്സുമാര് അവരെന്നെ ഹഗ് ചെയ്തു. ഞാൻ ഏങ്ങലടിച്ച് കറങ്ങി. എനിക്ക് ഇനി ഇങ്ങനെ ഒരു ജന്മം തരരുത്. ഒന്നില്ലെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ട് പൂർണ്ണമായിട്ട് ഒരു ആൺകുട്ടി, ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു പെൺകുട്ടി. ഇങ്ങനെ ഒരു ജന്മം തരരുത്. കാരണം അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടൈമാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് സർജറീസ് ഉണ്ടെന്ന് ഇഷ്ടംപോലെ ടൈപ്പ് ഉണ്ട്. ഞാൻ ചെയ്തതിന് അറൗണ്ട് എല്ലാം കൂടെ എൻ്റെ ട്രാവലിങ്ങും ഹോസ്പിറ്റലിലെ ചെക്കപ്പ് എല്ലാം കൂടെ 4 lakhs വന്നല്ലേ? ഈ ടൈപ്പ് ഓഫ് സർജറീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എന്റെ അറിവില് എനിക്ക് കുറെ ഉണ്ട്. എനിക്കറിയാന്നുള്ളത് SRS ഉണ്ട്. പിന്നെ SRS എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. SRS എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ ആ ഒരു ഉണ്ടായിരുന്ന ബോഡി പാർട്ട് ഒരു ഡെപ്തിന്റെ ലിമിറ്റ് ഉണ്ട്. എനിക്ക് എന്റെ അറിവിൽ പറയാം കേട്ടോ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഡെപ്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. സെക്ഷൽ ഇന്റിമേറ്റ് ആകുമ്പോൾ അതാണ് SRS വരുന്നത്. ഷേപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് യൂറിൻ മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സെക്ഷലി അത് പറ്റത്തില്ല. പിന്നെ കുടലെടുത്ത് ചെയ്യുന്നുണ്ട്. അത് നോർമൽ ഒരു പെൺകുട്ടിയുടെ അതേ സെയിം ഡീപ്പായിട്ട് നമുക്ക്. അപ്പൊ ആൾക്കാർ ചോദിക്കും സെക്സിന്റെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ? ഡിഫറെന്റ് വെറൈറ്റീസ് അല്ല, ഓരോരുത്തരുടെ ബോഡി ടൈപ്പും
അവരുടെ ഇഷ്ടവും പറ്റുന്ന രീതിയും അതൊക്കെ ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാം. വീട്ടിൽ പറഞ്ഞിരുന്നോ സർജറി ചെയ്യണ കാര്യം? അമ്പടി അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. പ്രത്യേകിച്ച് എന്റെ അമ്മ. ഈ മറൈൻ എഞ്ചിനീയർ കുട്ടി ഇതുവരെ എന്താ പറയാ സ്വരുക്കൂട്ടി വെച്ച സേവിങ്സ് ഒക്കെ എടുത്തിട്ടാണോ കംപ്ലീറ്റ്ലി സർജറി ഒക്കെ ചെയ്തേ? അതെ, അവന്റെ ആ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു ലവറിന്റെ. അതെ, എന്റെ പൈസ. ഡോക്ടർ പറയാണ് സർജറി സക്സസ്ഫുൾ ആയി എന്നുള്ളൊരു വേർഡ് നമ്മൾ അനസ്തേഷ്യ ഒക്കെ മാറി. അത് നമ്മൾ കേട്ടപ്പോ മനസ്സിലുണ്ടായിരുന്ന ഒരു ഫീൽ എന്താ? ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ. എത്ര മണിക്കൂർ സർജറി പ്രോസസ്? അവര് എനിക്കൊരു 4 hour പറഞ്ഞു, എനിക്കൊരു 8 hours തന്നെ എടുത്ത് കംപ്ലീറ്റ് ആവാൻ. കാരണം ഭയങ്കര കുറച്ച് ബ്ലീഡിങ് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ തന്നെ കുറെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഒന്ന് കണ്ണു തുറന്നു, സെഡേഷൻ മാറി, ചെറുതായിട്ട് ഒന്നും അറിയുന്നില്ല, ചെറുതായിട്ട് മാറി. അപ്പൊ എനിക്ക് സൗണ്ട് കേൾക്കാം. സൗണ്ട് കേൾക്കുന്ന സമയത്ത് മറ്റേ നമ്മുടെ ഈ മുടി ഹെയർ കരിയുന്ന ഒരു സ്മെല്ല് വരത്തില്ല, അങ്ങനെ കരിഞ്ഞ മണം. അതൊക്കെ എന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന. അപ്പൊ കുറച്ച് കഴിഞ്ഞത് ഡോക്ടർ ഇങ്ങനെ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞ, ആകാംക്ഷ യു ആർ നൗ കംപ്ലീറ്റ്ലി എ വുമൻ എന്ന് പറയുമ്പോ ഞാൻ മനസ്സില് എനിക്ക് ഐസ് ക്ലോസ് ആൻഡ് ഓപ്പൺ ആണ്, നമ്മൾ അനസ്തേഷ്യയിലാണ്, എന്നാലും ആ ഒരു ഇത് എന്റെ സബ്കോൺഷ്യസ് മൈൻഡിൽ അത് കേട്ടപ്പോ ഫൈനലി ഐ ആം എന്ന് തോന്നി അല്ലേ? സത്യം, ഭയങ്കര. ശരി, ഇനി അതിന് ശേഷം എത്ര നാളെടുത്തത് റിക്കവർ ചെയ്യാൻ, ഈ വൂണ്ടൊക്കെ ഉണങ്ങാനൊക്കെ? നമ്മൾ എക്സാക്ട് ഒരു 3 മാസം എടുക്കണം. ഞാൻ 1 month റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. വീണ്ടും ഈ 4 lakhs ഡെപ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വീണ്ടും ബാക്ക് ടു വർക്ക് ആയോ? അതെ. അമ്മോട് ഇത് എപ്പോഴാ വിളിച്ച് പറയണേ? പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോഴും പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ അറിയാം. കാരണം ഈ ജാനുവരിയില് എനിക്ക് വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബ്ലീഡിങ് ഇഷ്യൂസ് കാരണം. ഇപ്പോൾ ഐ എം കംപ്ലീറ്റ്ലി ഫൈൻ. ആ സമയത്ത് എൻ്റെ അനിയത്തി, അമ്മ, എല്ലാവരും എന്നെ നോക്കി. എന്തൊക്കെയായിരുന്നു ഈ സർജറി കഴിഞ്ഞിട്ട് ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ? ഏതൊരു കിടപ്പ് അതൊക്കെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ മൂഡ് സ്വിങ്സ് ഇഷ്ടം പോലെ വരും. മുമ്പ് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഇതിന് ശേഷം ഉണ്ടാവും? എനിക്കുണ്ടായിട്ടുണ്ട്. ശരി. എനിക്കത് ഭയങ്കര ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പിന്നെ ഒരു ട്രാജഡിയും കൂടെ ഉള്ളതുകൊണ്ട്, പിന്നെ വീട്ടുകാരില്ലാത്ത സമയം, അതൊക്കെ കൊണ്ട് ഭയങ്കര ഒരു ഇതാ. യൂറിൻ ട്യൂബും പിടിച്ച് ഞാൻ താറാവ് നടക്കും പോലെ നടന്നുകൊണ്ടിരുന്നത്. എനിക്ക് തന്നെ ചിരി വരും, പക്ഷെ കണ്ണാടി നോക്കുമ്പോൾ സന്തോഷാവും. ഇനിയാണ് നമുക്ക് അറിയേണ്ടത് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ ചെയ്തു കഴിഞ്ഞു. സ്റ്റിൽ ഹോർമോണൽ ടാബ്ലറ്റ്സ് നമ്മൾ എടുക്കണോ അല്ലേ? എടുക്കണം. ഞാൻ ഹോർമോൺസ് എടുക്കാണ്ടായിട്ട് ഇപ്പൊ ഒരു 6 months ആയി. പക്ഷെ നമ്മളത് എടുക്കണോ? അയ്യോ സോറി ട്ടോ, ഞാൻ കൈയ്യെടുത്ത് തിരിച്ചെടുത്തു. എനിക്ക് ഇതിന്റെ കാര്യം അറിയില്ലല്ലോ. ഹോർമോണെല്ലാം എടുത്തിട്ടില്ല. പിന്നെ ലേസർ ചെയ്തിട്ടുണ്ട്, 2-3 സെഷൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇനി ഒന്ന് ഇങ്ങോട്ട് വരൂ, ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവ് കാണിച്ചുതരാം. തിരിച്ച് പക്ഷെ എന്നെ ചെയ്യരുത്. ഓക്കെ, ഡീൽ? ഓക്കെ. ഇത് കണ്ടോ, ഈ ചക്കരക്കുട്ടി മേക്കപ്പ് ചെയ്തിട്ടില്ല ഗൈസ് എന്ന് വെച്ച് തിരിച്ചിങ്ങോട്ട് വരാം. ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ. ഇത് അഴിച്ചിട്ട് കാണണം. കണ്ടില്ലല്ലോ? കണ്ടു. വീഡിയോ കോൾ എന്ത് രസമാണ് കാണാൻ. ഇതിനെക്കാട്ടും ഭംഗി. എന്താ കൗണ്ടർ അടിച്ചേ? അവരിടയ്ക്ക് എന്നെ കാണും, ഞാനിങ്ങനെ മുടിയൊക്കെ കെട്ടിവെച്ച് സെറ്റപ്പ് ആയോ, എന്നെ മേക്കപ്പ് ഇട്ടിട്ട് വരാന്ന് പറയും. അപ്പൊ അതെന്റെ അനിയത്തിയും പറയും, ഈ സാധനത്തിന് ഇത്രയും പേര് പുകഴ്ത്തുന്നുണ്ടല്ലോ, വീട്ടിൽ നിൽക്കുന്ന കോലം കാണും. ഞാൻ ഇങ്ങനെ ഒരു കുടുംബം ഇട്ടിട്ട്. സത്യം പറയും, എന്തിനൊക്കെയാണ് ഇപ്പൊ ഫാൻസ്? സത്യം തുറന്നു പറയണം. ചിരിക്ക്, സംസാരത്തിന്, പിന്നെ മാന്യമായ വസ്ത്രധാരണ. കറക്റ്റ്. അതിനല്ല, ഓ ക്യാമറ ടീം മൊത്തം കൈയടി, അമ്പടാ. ആൻഡ് അതും ബൈ ദ വേ പറയണം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ചെക്ക് ദ ഡിസൈൻസ്, സൂപ്പർ. എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ്? അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ ബാൻഡ് ഒക്കെ ഇവിടെ ഇങ്ങനെ വരിക. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ കുറെ പട്ടുപാടുകൾ ഇട്ടിട്ടുണ്ട്, ആനയുടെ ഡിസൈനും അങ്ങനെ ചാക്കിത്ത ഡിസൈൻസ്. ഇൻസ്റ്റാഗ്രാമിൽ ജാനകി ചേച്ചിയാണ് സ്റ്റൈലിസ്റ്റും സുന്ദരിയാ. എന്ത് ചെയ്യാനാ, സുന്ദരികളുടെ കളി, അയ്യര് കളി. ആരും എന്നെ വിളിക്കുന്നുണ്ടല്ലോ. ഓ എന്റെ ബോയ് ഫ്രണ്ട് ആവശ്യമില്ല. അയ്യോ എന്റെ ഒരു ഇനോഗ്രേഷന്റെ കോളാ. അയ്യോ ചേട്ടാ, ഞാനൊരു ഷൂട്ടില്ല, ഒന്ന് തിരിച്ചു വിളിച്ചോട്ടെ. ഓക്കെ ശരി ഓക്കെ. എന്റെ ആഗ്രഹം ഇനോഗ്രേഷന് പോണം, എന്നിട്ടാണ് എന്റെ കഞ്ഞിയിൽ മാറ്റിടാൻ. ഓക്കെ. അപ്പൊ എന്റെ കൊച്ചങ്കുളങ്ങര അമ്മേ.
സത്യസന്ധമായ മറുപടികൾ. അപ്പൊ ഇല്ലടാ, എനിക്ക് സന്തോഷമല്ലോ കേട്ടോ. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടാണെങ്കിൽ വരെ ലൈക്ക് ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആകാംക്ഷയെ തേടി എത്തട്ടെ എന്നുള്ളതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവളാണ് ഞാൻ. സത്യം. ഇനി എന്താണ് ആകാംക്ഷയുടെ ലൈഫിലെ നെക്സ്റ്റ് ഡ്രീം എന്ന് പറയണേ? എന്താ പറയാ, ഇപ്പോ സത്യം പറയട്ടെ, സത്യം പറ. ഒരാളായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാ പറ, ആരാണ്? പറ. ഞാൻ തിരിഞ്ഞു നിന്നിട്ട് ഇതെവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി പറ. സംസാരിക്കുന്നുണ്ട്. ആരാവൻ? അയ്യോ, തിരിഞ്ഞുപോയി. പറ. ഞാൻ കണ്ണാന്നാ വിളിക്കുന്നേ. നീ ഉറങ്ങല്ലേ? നിക്ക്. ഇപ്പൊ ജോലിയിലായിരിക്കും. എന്റെ എല്ലാ സ്റ്റോറി ഹൈലൈറ്റിന്റെ താഴെയും സ്റ്റോറിന്റെ ഞാനൊന്ന് നോക്കട്ടെ. അല്ല, കമന്റ് ഇട്ടിട്ടില്ല. ഇന്നത്തെ സ്റ്റോറിയിലുണ്ട് കണ്ണാന്നും പറഞ്ഞ എന്റെ എല്ലാ ഫോട്ടോന്റെ ഇടയിൽ ഞാൻ ഇടുന്നുണ്ട്. ഓക്കേ. സംസാരിക്കുന്നുണ്ട്. ആറ്റോലമ്മച്ചിയുടെ അനുഗ്രഹം. അറിയില്ല എന്താകുന്ന, അത് കാരണം വീട്ടിലറിയോ? അയ്യോ, അമ്മേ, എനിക്ക് അമ്മയോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. എന്തായാലും നമ്മുടെ കുട്ടി ഇത്ര അധികം ലൈക്ക് സ്ട്രഗിൾ ചെയ്ത ആഗ്രഹം നിറവേറ്റി. ഇനി നമ്മളെല്ലാരും കൂടെ നിൽക്കുക. കല്യാണത്തിന് ഞാനും വരും. അമ്മ അച്ഛനെ തങ്ങടെ നടത്തി കൊടുക്കുക. എന്നോടനെ കണ്ണാ, നീ ഇപ്പൊ വീട്ടില് പ്രശ്നമാവുകയാണെങ്കില് ഞങ്ങള് കൂടും കുടുക്കെടുത്ത് വരും കേട്ടോ. ആ വാതിലൊന്ന് തുറന്നിട്ടേക്കണം വീടിന്റെ. പുള്ളിക്കാരന്റെ ഫാമിലി എങ്ങനെ അത് എടുക്കുന്നു ഒന്നും അറിയില്ല. എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞു രണ്ടുപേർക്കും. ഞങ്ങളിപ്പോ ഒരു ടോക്കിങ്ങിൽ പൊക്കോണ്ടിരിക്കുവാണ്. പുള്ളിക്കാരൻ ഇവിടെ അല്ല, പുറത്താ. ശരി, കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കണ്ണൻ വന്നത്, കണ്ണൻ എന്നല്ല ശരിക്കുള്ള പേര്. ഇവർ തമ്മിൽ കണ്ണ, കുട്ട, മുത്ത എന്നൊക്കെ വിളിക്കില്ലേ? അങ്ങനെ കണ്ണനായതാ. കണ്ണൻ അപ്പൊ എങ്ങനെയാണ് ഈ ആകാംക്ഷയുടെ മനസ്സിൽ ഇപ്പുറത്തെ സൈഡിൽ കയറി പറ്റി? അവിടെ അമ്മയുണ്ടല്ലോ. ഇപ്പുറത്തെ സൈഡ് കയറി പറ്റിയെന്ന് വെച്ചാ കോണി വെച്ചിട്ടുണ്ട്. കൊറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പാവം എനിക്ക് ഇൻസ്റ്റാഗ്രാമില്. ഓ പാവം, കൊറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പാവം എനിക്ക് ഇൻസ്റ്റാഗ്രാമില്. ഞാൻ ഒരു ദിവസം ഒരു കൊളാബറേഷൻ പേജ് അക്സെപ്റ്റ് ചെയ്ത സമയത്ത് പുള്ളിക്കാരൻ അക്സെപ്റ്റ് ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് അയച്ചു, റിപ്ലൈ കൊടുത്തു. ഭയങ്കര ഇതായിരുന്നു, സംസാരപ്രിയനാ, നല്ല രസമാണ് കേൾക്കാൻ തന്നെ സംസാരം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സംസാരിക്കായിരുന്നു, ഫോണിൽ കൂടെ ആയിരുന്നു സംസാരിക്കണേ? ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ടിങ്, പിന്നെ ഒരു ഹായിട്ട് തുടങ്ങി. ഹായ് ഒന്നുമല്ല, ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു. അപ്പോ വാട്ട് വാസ് ദ ഫാക്ടർ അത്രയും ഒരു ട്രസ്റ്റ് കണ്ണനിലേക്ക് പോവാൻ കാരണം എന്താ? എന്റെ ലൈഫ് ഇപ്പൊ പുള്ളിക്കാരൻ എന്താ പറയാ പറഞ്ഞു തരുന്നുണ്ട്. അമ്മ എനിക്ക് അഡ്വൈസ് തരുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ തരുന്നുണ്ട്. അത് എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് ഓക്കെ പറയുന്നത് അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക്. ചുരുക്കി പറഞ്ഞ ഒരു അമ്മ റോൾ, ഒരു അച്ഛൻ റോൾ, ഒരു ബെസ്റ്റ് കമ്പാനിയൻ പാർട്ട്ണർ റോളിലാണ് കണ്ണൻ. അപ്പൊ കണ്ണ, ഞങ്ങളുടെ കുട്ടിയെ കൈവിടരുത്, ചേർത്ത് പിടിച്ചേക്കണം. ഈ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്താ പറയാ സംഭവിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല സിറ്റുവേഷനിൽ കൂടെ നമ്മൾ രക്ഷപ്പെട്ടോ ഓടിയോ കടന്നോ ഒക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ബാക്ക് ട്രോമാസ് ഉണ്ടോ? എല്ലാവരെയും പോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ലക്കിയാന്ന് തോന്നുന്നു. വലുതായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിലും ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. എന്താ പറയാ, ഞാനെന്ന് വെച്ചാൽ കുറെ എനിക്ക് ബിഗ് ബോസ് ഒക്കെ കാണുമ്പോൾ ആഗ്രഹമുണ്ട്. പറഞ്ഞോളൂ. ഈ ഒരു വീഡിയോ ഇത് കണ്ട് ബിഗ് ബോസ് ടീം നേരിട്ട് വിളിക്കട്ടെ. എന്തൊക്കെയാ ലൈഫിലെ ആഗ്രഹങ്ങള്? അങ്ങനെ ചോദിച്ചാൽ എന്റെ അച്ഛനെ വീട്ടിലിരുത്തി എനിക്ക്. അച്ഛനിപ്പോ എന്താ ചെയ്യണേ? ഓട്ടോ ഓടിക്കുകയാണ്. കൊച്ചിയിലാണ് കേട്ടോ അച്ഛൻ. കൊച്ചിയിലെ തൃപ്പൂണിത്തുറയല്ല. എന്റെ അമ്മ ഹൗസ് വൈഫാണ്. അമ്മേനെ ജോലിക്ക് വിട്ട് കാണാൻ എനിക്കും അച്ഛനും അനിയത്തിക്കും താല്പര്യം. അമ്മ ഇപ്പൊ ജോലിക്ക് പോകണ്ടോ? ഇല്ല, അമ്മേനെ ഇതുവരെ ജോലിക്ക് വിട്ടിട്ടില്ല. വെരി ഗുഡ്. അനിയത്തി എന്ത് ചെയ്യണോ? ഡിഗ്രി ഫൈനൽ ഇയർ. ഞാൻ കാരണം അവളുടെ ലൈഫില് അവള് നല്ലൊരു സുന്ദരിക്കുട്ടിയാണ്. അവൾക്ക് ഒരിക്കലും അവളുടെ കല്യാണം വരുമ്പോ എന്റെ ഒരു ലൈഫ് അവക്ക് ബാധിക്കരുത് എന്നൊരു പ്രാർത്ഥന എനിക്ക് എപ്പോഴും. അതും ഒരു മെയിൻ റീസൺ ആയിരിക്കും അമ്മ സർജറിക്ക് ഒന്നും ഇനീഷ്യലി സമ്മതിക്കാതിരുന്നേ, പെൺകുട്ടിയാവാൻ സമ്മതിക്കാതിരുന്നേ. അതൊരു അമ്മയ്ക്ക് എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് അനിയത്തിക്കും കുറെ പ്രതീക്ഷ, ഞങ്ങള് 3 പേരും കുറെ പ്രതീക്ഷ വെച്ച സംഭവങ്ങളാണ്. എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ. അപ്പോ എന്താ പറയാ, പെട്ടെന്ന് അവൾക്ക് ചേട്ടനീന്ന് ഒരു ചേച്ചിയാവുമ്പോ, പക്ഷെ സത്യം പറയുവാണെങ്കിൽ
അപ്പ കെയർ ചെയ്ത് ഇപ്പോഴാണ് ഞാൻ എന്റെ അനിയത്തിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നത്. ഡ്രസ്സ് മാറ്റിയിടണോ, കമ്മല് മാറ്റിയിടണോ, അവളോട് എനിക്ക് പണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്തെടുത്താലും എടുത്തടിച്ച പോലെ ദേഷ്യത്തിൽ അവളോട് പക്ഷെ ഇപ്പൊ അവളാ എന്റെ ചേച്ചീനെ പോലെ നടക്കുന്നത്. അവള് കുറച്ച് അമ്മയുടെ സ്വഭാവം, കുറച്ചല്ല അവള് അമ്മ തന്നെയാ, അമ്മേനെ പോലെ തന്നെ അവൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നതല്ല. അപ്പൊ ഞാനിപ്പോ ഒതുങ്ങി അവള് ഞാനിപ്പോ പട്ടുപാവടയൊക്കെ ഇട്ട് ഒതുക്കും അച്ചടക്കമുള്ളൊരു കുട്ടിയാന്നല്ലേ. ഒരിക്കലും ഞാൻ എന്റെ പാർട്ട്ണർ നീ ജോലിക്ക് പോ ഞാൻ വീട് അങ്ങനെയല്ല, രണ്ടുപേരും ഈക്വലായിട്ട് കഷ്ടപ്പെട്ട് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. നല്ലൊരു കുഞ്ഞു വാവേനെ ദൈവം അനുഗ്രഹിച്ച് ഏതെങ്കിലും രീതി കൂടെ എനിക്ക് കിട്ടും, എനിക്ക് ഉറപ്പാ. തീർച്ചയായിട്ടും. എന്തായാലും ഈ ചക്കര നെഞ്ചിലുള്ള അമ്മയെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണണ്ടേ? നമുക്കൊന്ന് അമ്മയെ വിളിച്ചു തരുമോ? അയ്യോ വിളിച്ചു തരാല്ലോ. അയ്യോന്നോ, അമ്മ ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആണോ? എന്നാ അപ്പൊ അമ്മയൊന്ന് വിളിച്ചാലോ? അയ്യോ അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആ, വിളിക്കട്ടെ. പിന്നെന്താ. ഞാൻ ഒരാളെ കാണിച്ചു തരാവേ. അമ്മയുടെ പേരെന്താ? ബിന്ദു. എന്റെ അമ്മയുടെ പേരാ? നമ്മളപ്പോ ഹലോ ബിന്ദു അമ്മേ, ഇതാണ് ബിന്ദു അമ്മ. ബിന്ദു അമ്മ എന്ന് ക്യാമറയിൽ സൂം ചെയ്ത് കാണിക്കോ? ഇത് എവിടെയാണ് ബിന്ദു അമ്മ? ഷോപ്പിങ്ങിലാണോ? ആ, എന്റെ അമ്മയുടെ പേരെന്താന്നറിയോ? ബിന്ദു. ആ, എന്നാ പിന്നെ മോളുടെ കൂടെ ട്രെയിൻ കയറി ഇങ്ങോട്ട് വരായിരുന്നില്ലേ? ആഹാ, ഓക്കേ, അടിപൊളി. ഞാൻ അഷ്ടമി രോഹിണിയാ. നിങ്ങള് കൃഷ്ണഭക്തരാന്നൊക്കെ അറിയാം എനിക്ക്. അവളെ രേവതി. സുഖമായിട്ടിരിക്കണോ അമ്മേ? ഇവിടെ നല്ലൊരു ചക്കര കുടത്തിനെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ 2 കണ്ണും, ക്യാമറാമാൻമാരാണെങ്കിൽ 10 കണ്ണും ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ആ, സുന്ദരി മോള്, നല്ല തീരുമാനം, നല്ല തങ്കക്കുടം. അപ്പൊ നെഞ്ചിനകത്തുള്ള ഈ അമ്മയെ ഞങ്ങളൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാന്ന് വിചാരിച്ചു. അമ്മ ഇപ്പൊ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇനി അവളെ നല്ലൊരാളുടെ കയ്യിൽ നമ്മൾ പിടിച്ചു കൊടുക്കണം, എന്നിട്ട് അവര് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന കാണണം, അവളുടെ കൂടെ നിൽക്കണം അച്ഛനും അമ്മയും. ശരിക്കും നിങ്ങള് എന്താ പറയാ, ചരിത്രമായിട്ടുള്ള പാരന്റ്സാ. ഇനി അവളുടെ ആഗ്രഹം, അമ്മയെ ഓൾറെഡി ജോലിക്ക് വിടുന്നില്ല, അച്ഛനെയും ജോലിക്ക് വിടണ്ട, പൊന്നു പോലെ ഇനി നോക്കണം എന്നാ. അതൊക്കെ നല്ല കാര്യം, എല്ലാ കാര്യവും നല്ലതാ. അപ്പൊ ഇനി നമ്മുടെ അവിടുത്തെ രേവതിക്കുട്ടിയുടെ അടുത്തും കൂടെ അന്വേഷണം പറയൂ കേട്ടോ, അവിടുത്തെ ലക്ഷ്മിയുടെ അടുത്ത്. ശരി ശരി അമ്മേ, ഓക്കെ ഓക്കെ. എനിക്കും ഇവിടെ ആ ക്യാമറയിലേക്കും കൂടെ ഒരു ഫ്ലൈങ് കിസ് വീശോ? ഓക്കെ, ടെക്നോളജി സാർ എന്താ പറയാ, ഭയങ്കര അടിപൊളി. ശരി, വിളിക്കാവേ. നമ്മളിങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് ചെന്നപ്പോ അവര് വാതില് കുട്ടി അടക്കിയോ, ഇനി നീ വീട്ടിലേക്ക് വരണ്ടാന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ. സ്വന്തം മകളെ അവരെത്രയാണെങ്കിലും ഇരുകൈ നീട്ടി സ്വീകരിക്കും. പിന്നെ ഈ സമൂഹത്തെ പേടി, അത് സ്വാഭാവികം, അത് ടിപ്പിക്കൽ, അത് മാത്രമാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സിലൊക്കെ. എത്രയാണെങ്കിലും സ്വന്തം മോള് അല്ലെങ്കിൽ മോള് തന്നെയാണ്, അല്ലെങ്കിൽ മോൻ തന്നെയാണ്. അത്രയേ ഉള്ളൂ, അത്ര വിചാരിച്ചാൽ മതി. എനിക്ക് അടുത്തൊരു ഇനോഗ്രേഷന്റെ കോള് വരുന്നുണ്ട്, കണ്ടാ? ഷൂട്ടിലാ, തിരിച്ചു വിളിക്കാം. അല്ല, TV പ്രോഗ്രാം എന്ന് പറയാനൊന്നുമില്ല, അതുകൊണ്ട് ആര് വിളിക്കുകയാണെങ്കിലും ഇനോഗ്രേഷൻ. എന്റെ ഇവിടെയൊക്കെ വേദനിച്ചോ. സത്യം പറഞ്ഞ എനിക്ക് പക്ക, അതായത് സാധാരണ ഒരു പെൺകുട്ടി, എനിക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ. ദാറ്റ് മീൻസ് യു അച്ചീവ്ഡ് ഇൻ യുവർ ലൈഫ്. അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ ഒരു സർജറി ചെയ്തെന്നോ, അല്ലെങ്കിൽ ശരിക്കും പെൺകുട്ടി ആയിരുന്നില്ല പണ്ടെന്നോ, ഒരു 20 വർഷം മുമ്പ് അങ്ങനെയായിരുന്നു എന്നൊന്നും പറഞ്ഞാ സാധാരണ കാണുന്ന ഒരാള് വിശ്വസിക്കില്ല കേട്ടാ. ഇങ്ങനെ എല്ലാരും പറയാറുണ്ടോ? കമന്റ്സ് വരുന്നുണ്ട്, ഇത് ശരിക്കും പെൺകൊച്ചുമ്പോ ആൾക്കാർക്ക് വൈറലാവാൻ വേണ്ടി പറയാണോ എന്നല്ലേ. പക്ഷെ സീരിയസ്ലി ഞാൻ തൊട്ടടുത്തിരുന്ന് കാണുകയാണ്, എനിക്ക് കോംപ്ലാൻ അടിക്കുന്നുള്ളൂ. അത്രയും ചക്കരയാണ് കേട്ടോ. എന്തായാലും ഇവളുടെ ലൈഫിൽ ഇവൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാം വന്ന് ഭവിക്കട്ടെ. സോ എന്ത് തോന്നി ഓൾ ടോട്ടൽ ഇവിടെ വന്നിരുന്നിട്ട്? എന്താ പറയാനുള്ള എല്ലാവരുടെ അടുത്തും? എൻ്റെ ഒരു ചേച്ചീനെ, എനിക്ക് എൻ്റെ എൽഡറായിട്ട് ആരെങ്കിലും വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, കുറെ കരയിട്ട്. ചേച്ചി കരയുമ്പോൾ ഞാനും ഇരുന്ന് കരയാറുണ്ടാവില്ല. കരഞ്ഞു കഴിഞ്ഞാൽ ഏറി പോവാം, കരയല്ലേ? അങ്ങനെയല്ല, ഒരു ജെനുവനായിട്ട് തോന്നിയിട്ടുണ്ട് സംസാരത്തില്. താങ്ക് യു. പിന്നെ ഈ ഒരു ഹോൾ ടീമിന് തന്നെ ഭയങ്കര താങ്ക് യു. പിന്നെ എന്റെ
പിള്ളേര് ഇത് കഴിഞ്ഞിട്ട് കാണണം, ഇത് കഴിഞ്ഞിട്ട് വേണം ഇടി കൂടാനായിട്ട്. അങ്ങനെ എന്തായാലും നൈസ്, വെരി മച്ച് ഫൺ, റിയലി എൻജോയ്ഡ്, അടിപൊളിയായിരുന്നു. ആൻഡ് നിങ്ങളെപ്പോലുള്ള, അതായത് ഒരുപാട് നാളത്തെ മുമ്പുള്ള ഒരു പുരുഷനായിരുന്ന ഒരു ആകാംക്ഷയുണ്ടല്ലോ, മനസ്സിലാഗ്രഹങ്ങൾ ഇങ്ങനെ ഒതുക്കി പറയാതെ, അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേരുണ്ടാവും ഇത് കണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ടായിരിക്കും. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? നമ്മുടെ കൂടെ ആരും ഒരിക്കലും കാണത്തില്ല, ജനിച്ചത് ഒറ്റയ്ക്ക് മരിക്കുന്നത് ഒറ്റ. അത് കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ എന്താണെന്ന് നമ്മൾ എന്നറിയുന്നോ അന്ന് അതിലേക്ക് എത്താനുള്ള ശ്രമം നടത്തണം. നടത്താണ്ടിരുന്നാൽ നമുക്ക് മാത്രമേ നഷ്ടമുള്ളൂ. ഒരു വലിയ കൈ കൊടുക്കുന്നുണ്ടോ? നമ്മള് അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്ന സമയത്ത് ഒറ്റയ്ക്കാണ്, നമുക്ക് വഴിയൊന്നും അറിയില്ല, ഒറ്റയ്ക്ക് നമ്മൾ വഴി വെട്ടി ഡോക്ടർ പുഷ് എന്ന് പറയുമ്പോൾ നമ്മൾ വരുന്നു. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ ചിലപ്പോൾ നമുക്കൊരു ബൈ പോലും പറയാൻ പറ്റില്ല, അങ്ങനെയാണ് നമ്മൾ പോകാറില്ല. സോ ഒറ്റൊരു ജീവിതമേ ഉള്ളൂ. സോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പാരൻസിന്റെ സമ്മതത്തോടു കൂടി, അല്ലേ? സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവർ സമ്മതിക്കും. ഒരിക്കലും എൻ്റെ അമ്മ ഒരിക്കലും ചോദിച്ച ചോദ്യമുണ്ട്. ഞാൻ ചോദിച്ച അമ്മ എന്തുകൊണ്ട് ഇത് സമ്മതിക്കുന്നില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു, നീ ശരിക്കും ഒരു പെൺകുട്ടിയായി, നീ ഒരു അമ്മയാണ്, നീയാണ് എൻ്റെ സ്ഥാനത്തിരിക്കുന്നത്, നിന്റെ മോൻ വന്ന് പറയുക അമ്മ എനിക്ക് ആണല്ല പെണ്ണാവണോ എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കും. ഞാൻ തിങ്ക് ചെയ്തില്ല, ഞാൻ അപ്പം തന്നെ പറഞ്ഞു പറ്റത്തില്ല, നടക്കത്തില്ല. അതേ ഉള്ളൂ. ഇപ്പോഴും ഒരു പാരന്റ് ആയപ്പോലും എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ എനിക്കറിയില്ല ഞാൻ എന്ത് പറയുമെന്ന്. വേണമെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് പറയാൻ ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ പറ്റത്തില്ല, ഞാനും സമ്മതിക്കില്ല. പക്ഷെ ആ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ഒരു വിക്ടിമിനെ അതിന്റെ മനസ്സിലാവും, എല്ലാം അറിയത്തുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഡിസൈഡ് ചെയ്യുക, നമ്മുടെ ഈ ഒരു ലൈഫ് നമ്മൾ അടുത്ത ജന്മം വല്ല പാറ്റയോ വലിയ പൂച്ചയോ പട്ടിയൊക്കെ തളർത്തി എനിക്ക് ഐശ്വര്യ റോയ് ആവണമെന്ന്. അപ്പോൾ ഉള്ള ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ടുണ്ട്. ഓൾ റൈറ്റ്. എനിവേസ്, ഇതിനിടയിൽ ഞാൻ കുറച്ച് ചളി കൗണ്ടേഴ്സ് ഒക്കെ അടിച്ചു, അതൊക്കെ അങ്ങോട്ട് വെറുതെ വിട്ടേക്കുക. റിയലി എന്താ പറയാ, എൻജോയ്ഡ് എ ലോട്ട്, ഇത്ര മാത്രമേ പറയാനുള്ളൂ. ബാക്കി ഈ ചക്രക്കുട്ടി ഇപ്പോൾ കമ്മിറ്റഡ് ആണ്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് അവരെത്രയും പെട്ടെന്ന് ഒരുമിക്കട്ടെ. മാരേജ് പ്ലാൻ ഏകദേശം ഏത് വർഷത്തേക്കാ അറിയില്ല, എന്നാലും കണ്ണേട്ടൻ എന്താ പറയണേ? ഈ വർഷം, അടുത്ത വർഷം? അടുത്ത വർഷം. അപ്പോൾ ഫസ്റ്റ് ഇന്റർവ്യൂ നമുക്കായിരിക്കും കേട്ടോ. എല്ലാം ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ആഗ്രഹിച്ച പോലെ, ഞാൻ അത്രേ പറയുള്ളൂ. മനസ്സിൽ എന്താണോ ആഗ്രഹിക്കണേ, ഒരുപാട് അനുഭവിച്ചതല്ലേ, അപ്പോൾ എന്താ പറയുക, ആഗ്രഹിച്ച പോലെ സന്തോഷത്തോടെ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.